പ്രേസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ, മഴയ്ക്ക് വേണ്ടിയുള്ള ഏതാനും വചനങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥിക്കാം നമുക്ക് ആത്മാർത്ഥമായിട്ട്. ലേവ്യരുടെ പുസ്തകം അധ്യായം 26 3-ാം തിരുവചനം. നിങ്ങൾ എൻ്റെ നിയമങ്ങൾ അനുസരിക്കുകയും കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുമെങ്കിൽ ഞാൻ യഥാകാലം നിങ്ങൾക്ക് മഴ നൽകും. ലേവ്യർ 26:3. ഏശയ്യ 44:3. വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും അവനൊരുക്കും. നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. ഏശയ്യ 44:3. സക്കറിയ 10:1. സക്കറിയ 10:1. വസന്തവൃഷ്ടിയുടെ കാലത്ത് കർത്താവിനോട് മഴ ചോദിക്കുവിൻ. മഴ അയക്കുന്നതും മഴ പെയ്യിച്ച് എല്ലാവർക്കും വേണ്ടി വയലിനെ ഹരിതപൂർണമാക്കുന്നതും കർത്താവാണ്. സക്കറിയ 10:1. വസന്ത സൃഷ്ടിയുടെ കാലത്ത് കർത്താവിനോട് മഴ ചോദിക്കുവിൻ. മഴക്കാർ അയക്കുന്നതും മഴ പെയ്യിച്ച് എല്ലാവർക്കും വേണ്ടി വയലിനെ ഹരിതപൂർണമാക്കുന്നതും കർത്താവാണ്. സക്കറിയ 10:1. വീണ്ടും ജോബിൻ്റെ പുസ്തകം അധ്യായം 5 10-ാം തിരുവചനം. അവിടുന്ന് ഭൂമിയെ മഴ കൊണ്ട് നനയ്ക്കുന്നു, വയലുകളിലേക്ക് വെള്ളമൊഴുക്കുന്നു. ജോബിൻ്റെ പുസ്തകം അധ്യായം 5 10-ാം തിരുവചനം. അവിടുന്ന് ഭൂമിയെ മഴ കൊണ്ട് നനയ്ക്കുന്നു, വയലുകളിലേക്ക് വെള്ളമൊഴുക്കുന്നു. ഈ ദൈവവചനങ്ങളുടെ വീണ്ടും നമുക്ക് നിയമാവർത്തനം 28:12. കർത്താവ് തൻ്റെ വിശിഷ്ട ഭണ്ഡാകാരമായ ആകാശം തുറന്ന് നിന്റെ ദേശത്ത് തക്ക സമയത്ത് മഴ പെയ്യിച്ച് നിന്റെ എല്ലാ പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കും. അനേകം ജനതകൾക്ക് നീ കടം കൊടുക്കും, നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല. നിയമാവർത്തന പുസ്തകം അധ്യായം 28 12-ാം തിരുവചനം. കർത്താവ് തൻ്റെ വിശിഷ്ട ഭണ്ഡാകാരമായ ആകാശം തുറന്ന് നിന്റെ ദേശത്ത് തക്ക സമയത്ത് മഴ പെയ്യിച്ച് നിന്റെ എല്ലാ പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കും. ഇത്രയും ദൈവവചനങ്ങൾ ആവർത്തിച്ച് ഉരുവിട്ടുകൊണ്ട് കുടുംബപരമായി, വ്യക്തിപരമായി, സമൂഹപരമായി, ഇടവകപരമായി, ദേശം മുഴുവനായി ആവർത്തിച്ച് ഉരുവിട്ടുകൊണ്ട് മഴയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.